ഖുർആനിലെ ചില കൗതുകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അറബി ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും വരുന്ന രണ്ട് ആയത്തുകളാണ് ഖുർആനിലുള്ളത്. ഒന്ന് ആല ഇമ്രാനിലെ 154 ആയത്തും അതേപോലെ സൂറത്തുൽ ഫത്തഹിലെ 29 ആയത്തും. ഈ രണ്ടായത്തിലും പൂർണ്ണമായ അറബി ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും വരുന്ന രണ്ടായത്തുകളാണ് ഇവ രണ്ടും. അതേപോലെ തന്നെ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെ പേരുകളും ആ സെയിം സൂറത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ആയത്തിലോ മറ്റോ ഉണ്ടാവും. അതായത് ഓരോ സൂറത്തിൻ്റെ പേരും ആ സൂറത്തിൽ നമ്മൾ ഓതി കഴിയുമ്പോഴേക്കും ഒരു പ്രാവശ്യമെങ്കിലും പരാമർശിക്കപ്പെടും. പക്ഷേ 3 സൂറത്തുകളുടെ പേരുകൾ ആ സൂറത്തുകളിൽ ഇല്ലാത്ത 3 സൂറത്തുകളുണ്ട്. ഒന്ന് അംബിയ, സൂറത്തിൽ അംബിയ എന്ന് പറയുന്ന സൂറത്തിൽ ഒരിക്കലും അംബിയ എന്നുള്ള വാക്കേ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത് ഫാത്തിഹ, നമുക്കറിയാവുന്ന പോലെ ഫാത്തിഹയിൽ ഫാത്തിഹ എന്നുള്ള വാക്കില്ല. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ്, അതിലും എന്തില്ല, ഇഖ്ലാസ് എന്നുള്ള വാക്ക്. ബാക്കി എല്ലാ സൂറത്തുകളിലും ആ സൂറത്തിൻ്റെ പേര് ആ ഒരു സൂറത്ത് ഓതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ആയത്ത് ഏതെങ്കിലും ഒരു ആയത്തിലായിട്ട് ആ ഒരു സൂറത്തിൻ്റെ പേര് അതിലുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ നമുക്കറിയാവുന്നതുപോലെ ഖുർആന് ഒരുപാട് ഖിസ്സസുകൾ, ചരിത്രങ്ങൾ, അതേപോലെ കഥകൾ ഒക്കെ പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. പക്ഷേ ഒറ്റ സൂറത്തിൽ മാത്രമാണ് 4 ഖിസ്സകൾ ഒരുമിച്ച് പറയുന്നത്. ബാക്കിയുള്ളതിലൊക്കെ 1 2 ഖിസ്സകൾ, 1 ഖിസ്സകൾ, 2 ഖിസ്സ, അങ്ങനെ. പക്ഷെ 4 ഖിസ്സകൾ പറയുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്, സൂറത്തുൽ കഹ്ഫ്. അതിൽ പറയുന്ന ഖിസ്സകൾ ഏതൊക്കെയാണ്? ഒന്ന് ഗുഹാനിവാസികളെക്കുറിച്ച്, അസ്ഹാബുൽ കഹ്ഫ്, അവരെക്കുറിച്ച് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഖിദർ നബിയുടെയും ചരിത്രം പറയുന്നുണ്ട്. അതേപോലെ ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അതേപോലെ 2 തോട്ടം ഉടമസ്ഥരുടെ കഥയും പറയുന്നുണ്ട്. ഇങ്ങനെ 4 ഖിസ്സകളും ഒരു സൂറത്തിൽ വരുന്ന ഒരേ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന സൂറത്ത്.